ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലുണ്ടായ നക്സൽ ആക്രമണത്തിൽ രണ്ട് CRPF ജവാന്മാർക്ക് വീരമൃത്യു. ജവാന്മാർ സഞ്ചരിച്ച ട്രക്ക് IED ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു. വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? അഞ്ജന, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയായിരുന്നു സംഭവം. ഛത്തീസ്ഗഡിലെ നക്സൽ ബാധിത പ്രദേശമായ സുക്മ ജില്ലയിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. അവിടെ നക്സലൈറ്റുകൾ കുഴിബോംബ് വെച്ചുകൊണ്ട് ഈ ജവാന്മാർ സഞ്ചരിക്കുന്ന വാഹനം സ്ഫോടനം നടത്തുകയായിരുന്നു. ഇതിൽ 2 ജവാന്മാരാണ് മരിച്ചത്. അതിൽ ഒരാൾ മലയാളി കൂടിയാണ്. ഒരു ജവാനും ആ വാഹനം ഓടിച്ചിരുന്ന ട്രക്ക് ഡ്രൈവറായ ജവാനും, അങ്ങനെ 2 പേരാണ് മരിച്ചത്. ഇവരുടെ പേരുകൾ അടക്കമെല്ലാം തന്നെയും പുറത്തുവരിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം പാലോട് സ്വദേശിയായ വിഷ്ണു ആർ, 35 വയസ്സ്, ശൈലേന്ദ്ര 29 വയസ്സ് എന്നിങ്ങനെ 2 പേരാണ് മരിച്ചത്. ഈ CRPF ഡ്രൈവറായിരുന്നു തിരുവനന്തപുരം പാലോട് സ്വദേശിയായ വിഷ്ണു. ഇവർ ഓടിച്ചിരുന്ന ട്രക്ക് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഒരു 3 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇവർ സിൽഗറിൽ നിന്നും തേക്കൽ ഗുഡയും ഗ്രാമത്തിലേക്ക് വാഹനത്തിൽ പോകുന്നിടെയായിരുന്നു ഈ ഒരു സ്ഫോടനം ഉണ്ടായത്. ഛത്തീസ്ഗഡിൽ നക്സൽ മേഖലയാണ് ഈ സുക്മ ജില്ല എന്ന് പറയുന്നത്. അവിടെ എല്ലാം തന്നെയും ഇത്തരത്തിൽ നക്സലൈറ്റുകൾ സ്ഥാപിച്ച IED ബോംബ്, അത് IED കുഴിബോംബ്, ഇത് പെട്ടെന്ന് ഈ വാഹനം കടന്നു പോകുമ്പോൾ ഈ ട്രക്ക് തകർത്ത് അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ ഈ ആഴ്ച തോറുമുള്ള റേഷൻ മറ്റും വാങ്ങാനായി പോവുകയായിരുന്നു സൈനികർ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാനും സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട്. CRPFന്റെ കോബ്ര വിഭാഗം 201 ബറ്റാലിയനിലായിരുന്നു ഈ മരിച്ച 2 പേർ കമാൻഡോകൾ ഉണ്ടായിരുന്നത്. ഈ 2 കമാൻഡോകളാണ് കൊല്ലപ്പെട്ടത്. ഈ ട്രക്ക് വാഹനവും അതുകൂടാതെ 2 വീലർ ഇരുചക്ര വാഹനത്തിലും ആയിരുന്നു ഈ ജവാന്മാർ പോയിരുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കുഴിബോംബ് സ്ഫോടനം ഉണ്ടായത്. നക്സലൈറ്റുകൾ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. എന്തായാലും ഒരു മലയാളി അടക്കം 2 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിവരങ്ങളുമായി മാനസ മനോജ് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, 2 CRPF ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഒരാൾ മലയാളിയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ട്രക്കിന്റെ ഡ്രൈവറാണ് എന്നാണല്ലേ മനസ്സിലാകുന്നത്? തീർച്ചയായും ട്രക്ക് ഓടിച്ചത് വിഷ്ണു, തിരുവനന്തപുരം സ്വദേശി ആണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പാലോട് പൊട്ടൻചിറ സ്വദേശിയാണ് വിഷ്ണു. ഈ സുക്മയിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ വിഷ്ണു ഓടിച്ച ട്രക്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു. 2 പേരാണ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിലൊരു മലയാളിയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. വിഷ്ണുവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സൈനികരും മരിച്ചു എന്ന് അറിയുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എങ്കിൽ കൂടിയും അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു വിവരം തിരുവനന്തപുരം അറിയുന്നത്. അല്പസമയം മുൻപ് തന്നെയാണ് വിഷ്ണുവിന്റെ വീട്ടിലും ഈ വിവരം അറിയിക്കുന്നത്. ഏതായാലും മറ്റു വിവരങ്ങളൊക്കെയും ലഭ്യമാകുന്നതേയുള്ളൂ. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരിൽ 2 CRPF ജവാന്മാരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഒരാൾ മലയാളിയാണ്, തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് മാനസ നൽകിയത്.